നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെയൊക്കെ ഭാഗമായുള്ള ഗുണകരമായ മാറ്റം വരികയാണ്. അത് വലിയ തോതിലുള്ള നിക്ഷേപം ഇവിടത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അഗാപ്പെ, HCL ടെക്, IBSന്റെ പുതിയ ക്യാമ്പസ് എല്ലാം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. TCS, IBM തുടങ്ങിയ കമ്പനികൾ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നു. USTയുടെ പുതിയ ക്യാമ്പസ് സജ്ജമാകുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ IT ടവറായ ലുലു ടിൻ ടവർ ഏതാനും മാസം മുൻപ് പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 40 ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകളിൽ 20 എണ്ണവും കൊച്ചിയിലാണ്. അങ്ങനെ ഓരോന്നായി പറഞ്ഞാൽ വളരെ ദീർഘിച്ചു പോകാനിടയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും ആത്മാർത്ഥമായി ഇടപെടുകയാണ്. ഇവിടെ നേരത്തെ ബഹുമാന്യായ അധ്യക്ഷൻ തുരുത്തിയിലെ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഭവനരഹിതരായ 400ഓളം കുടുംബങ്ങൾക്കാണ് വീട് ലഭ്യമാകുന്ന സ്ഥിതി വന്നത്. എറണാകുളം ജില്ലയിൽ ലൈഫ് പദ്ധതി മുഖേന 40,000-ഓളം വീടുകളാണ് ലഭ്യമായത്. സംസ്ഥാനത്താകെ 4.5 ലക്ഷത്തിലധികം വീടുകൾ. ഇവിടെ 15,000-ഓളം കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കാനായി. നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റും. ഇനി അധികം നാളില്ല, നവംബർ 1 ആ പ്രഖ്യാപനവും നടത്തി കേരളം ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. ഇതിലൂടെ വികസനവും ക്ഷേമവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നവകേരളം സൃഷ്ടിക്കാനാണ് നാം ലക്ഷ്യമിടുന്നത്. അത്തരം കാര്യങ്ങളിൽ ഒരേ മനസ്സോടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ടെർമിനലുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.